ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പുട്ടും കടലക്കറിയും. കടലക്കറി എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. കടലക്കറിക്ക് എടുത്തിരിക്കുന്നത് 1.5 കപ്പ് കടലക്കയാണ്. 2-3 പ്രാവശ്യം കഴുകിയതിനു ശേഷം വേണം കുതിർക്കാനുള്ള വെള്ളം ഒഴിച്ചു വെക്കാനായിട്ട്. ഇത് 8 മണിക്കൂർ കുതിർത്ത കടലക്കയാണ്. ഞാനൊരു കുക്കറിലേക്ക് ഇടുകയാണ്. ഇനിയും കടലക്കറിക്കുള്ള മസാല വെള്ളത്തിൽ കുഴച്ചു വെക്കുകയാണ്. എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത് എരിവുള്ള കാശ്മീരി ചില്ലി പൗഡറാണ്, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇത്രയും സ്വല്പം വെള്ളം ഒഴിച്ച് കുഴച്ചു വെക്കണം. ഇങ്ങനെ കുഴിച്ചു വെക്കുന്നത് കൊണ്ട് പൊടികൾ മൂപ്പിക്കുമ്പോൾ കരിഞ്ഞു പോവുകയുമില്ല. അതുപോലെ നല്ല കുതിർന്ന് നന്നായിട്ട് ഇരിക്കും. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. ഇനിയും കടലക്കറിക്കുള്ള സബോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വഴറ്റിയെടുക്കുകയാണ്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണയിലേക്ക് 1/2 കപ്പ് തേങ്ങ കുത്തിയെടുത്തതാണ് ചേർക്കുന്നത്. ഈ തേങ്ങാക്കൊത്തൊന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് വേണം ബാക്കിയുള്ള ചേരുവകൾ വഴറ്റിയെടുക്കാൻ. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കൊണ്ട് തേങ്ങാക്കൊത്ത് വെളുത്തിരിക്കാതെ നല്ല മഞ്ഞ നിറത്തിൽ ഇരിക്കും. തേങ്ങ 2-3 മിനിറ്റ് വഴറ്റി സ്വല്പം അത് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തത്, 2 മീഡിയം സൈസിലുള്ള സബോള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത്, കനം കുറച്ച് അരിഞ്ഞത്, 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, 2 എരിവുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയിട്ട് വഴറ്റുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്താണ് വഴറ്റുന്നത്. ഇനിയും ഇതിലേക്ക് കുഴച്ചു വെച്ചിരിക്കുന്ന മസാല ചേർക്കുകയാണ്. സവോളയും മസാലയും എല്ലാം ഇതുപോലെ വഴറ്റി കടലയ്ക്കായി ചേർക്കുന്നത് കൊണ്ട് കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാല ചേർത്തിട്ട് ഒരു 5 മിനിറ്റോളം വഴറ്റി ഇനി ഇതിലേക്ക് ഞാൻ വലിയൊരു ടൊമാറ്റോയാണ് ചേർക്കുന്നത്. ടൊമാറ്റോ ഈ അരപ്പിൽ നന്നായിട്ട് വെന്തലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഈ അരപ്പാണ് ഞാൻ കടലക്കായിലേക്ക് ചേർത്ത് കടലക്ക വേവിക്കാൻ പോകുന്നത്. വഴറ്റി പാത്രം കഴുകി വെള്ളം ഇതിലങ്ങ് ഒഴിക്കുകയാണ്. കടലക്ക വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഇതിൽ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനിയും പ്രഷർ കുക്കർ മൂടി വെച്ച് വേവിക്കണം. മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റൗ ഓൺ ചെയ്തിരിക്കുന്നത്. ഇത് ആവി വന്നതിന് ശേഷം മാത്രമേ ഞാൻ വെയിറ്റ് വെക്കാറുള്ളൂ. പ്രഷർ കുക്കറിൽ നിന്നും ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ വെയിറ്റ് വെക്കുകയാണ്. വെയിറ്റ് വെച്ചതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി ഒരു 15 മിനിറ്റാണ് വേവിക്കുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞു. സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ഇതിൻ്റെ ആവി നന്നായിട്ട് പോയിട്ട് വേണം പ്രഷർ കുക്കർ തുറക്കാൻ. പ്രഷർ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി ഇത് തുറക്കുകയാണ്. ഇത് ബന്ധം ഇല്ലയോ എന്നറിയാനേ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു നല്ല സോഫ്റ്റായിട്ട് ഇതിൻ്റെ ഉൾവശം ഇരിക്കും. കടുക് താളിക്കുന്നതിന് ഈ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണയിലേക്ക് 3/4 ടീസ്പൂൺ കടുക്, 4 ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ഞാൻ കടലയ്ക്ക ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഉപ്പ് വേണമെന്ന് വരിയിൽ ചേർക്കാൻ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ലാസ്റ്റിൽ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർക്കുകയാണ്. തേങ്ങയും കടലയ്ക്കായും ഒന്നും അരച്ചു ചേർക്കാതെ തന്നെ ഈ കറി നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. കാരണം സബോളയും അരപ്പും എല്ലാം കൂടെ വഴറ്റി കടലക്കയിൽ ഇട്ട് വേവിച്ചത് കൊണ്ടാണ് ഇതുപോലെ കുറുകി വന്നത്.
വളരെ എളുപ്പമായിട്ടാണ് ഈ കറി ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ കറി പുട്ടിനും അപ്പത്തിനും ചോറിനും എല്ലാം ഉപയോഗിക്കാം. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.